ഹരീഷ് കേരള വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ കണ്ടതും കേട്ടതും എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റിയ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലയാള സിനിമയിലെ പെരുന്തച്ചൻ ശ്രീ തിലകൻ ചേട്ടൻ്റെയും മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിൻ്റെയും എപ്പിസോഡുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത്. എല്ലാവരും അത് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സും അത് കണ്ടതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട്. തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരാനും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു തരാനും കാണിച്ച നിങ്ങളുടെ സന്മനസ്സിന് വളരെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അത് നിങ്ങൾ ചെയ്തതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. അപ്പോൾ 3-ാമത്തെ എപ്പിസോഡായ 1000 സിനിമകൾ തികച്ച പുന്നപ്ര അപ്പച്ചൻ എന്ന പ്രോഗ്രാമിലേക്ക് കണ്ടതും കേട്ടതും പോവുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം. ഈ പരിപാടിയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. അത് കമൻ്റായിട്ടും നേരിട്ടും എന്നെ വിളിച്ച് നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ആലപ്പുഴ എന്ന സ്ഥലത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ കുഞ്ചാക്കോ എന്ന വ്യക്തിയായിരുന്നു അത് തുടങ്ങിയത്. ആ ഉദയ സ്റ്റുഡിയോ വഴി ഒത്തിരി ചലച്ചിത്ര താരങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും പല ചാനലിലൂടെയും അത് പറഞ്ഞിട്ടുള്ളതുമാണ്. അതിലൂടെ കടന്നു വന്ന ഒത്തിരി മഹാരഥന്മാർ ഇന്ന് മലയാള സിനിമയിൽ വളരെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയവരുമുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്നവരുമുണ്ട്. പ്രേം നസീർ, സത്യൻ, ഇതിഹാസ നായകനായിരുന്ന ജയൻ തുടങ്ങിയവരെല്ലാം ഉദയ സ്റ്റുഡിയോയുടെ ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ ഉദയ സ്റ്റുഡിയോയിൽ നിന്നും കടന്നു വന്ന ഉദയ സ്റ്റുഡിയോയിലൂടെ വന്ന ഒരു ചലച്ചിത്ര നടൻ നമുക്കുമുണ്ട്. അദ്ദേഹമാണ് പുന്നപ്ര അപ്പച്ചൻ. വിപ്ലവ കേരളത്തിലെ ഒരു പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് പുന്നപ്ര. ആ പുന്നപ്രയിൽ ജീവിക്കുന്ന പുന്നപ്ര അപ്പച്ചൻ എന്ന ചലച്ചിത്ര നടൻ എങ്ങനെ മലയാള സിനിമയിൽ വന്നു? വളരെ സാത്വികനായൊരു മനുഷ്യൻ, നന്മ നിറഞ്ഞൊരു മനുഷ്യൻ, അതാണ് പുന്നപ്ര അപ്പച്ചൻ. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് മലയാള സിനിമയുടെ ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഉദയ സ്റ്റുഡിയോയിൽ കൊച്ചു വേഷങ്ങളിലൂടെ വന്ന പുന്നപ്ര അപ്പച്ചൻ ചേട്ടന് ഈയൊരു എപ്പിസോഡിലൂടെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പുന്നപ്ര അപ്പച്ചൻ ചേട്ടൻ ആരായിരുന്നു എന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ നോക്കാം. മലയാള സിനിമയിൽ 1000 ചിത്രങ്ങൾ അഭിനയിക്കുക എന്നൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ എന്ന ജഗതി ശ്രീകുമാറിനും സുകുമാരി ചേച്ചിക്കും അതുപോലെ തന്നെ പുന്നപ്ര അപ്പച്ചൻ ചേട്ടനും മാത്രമേ ആ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഉദയ സ്റ്റുഡിയോയിലെ ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ 1968 കടന്നു വന്ന പുന്നപ്ര അപ്പച്ചൻ ചേട്ടൻ ഇന്ന് 1000-ന് മേൽ ചിത്രങ്ങളിൽ അഭിനയിച്ച് ഒരു
റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മമ്മൂട്ടിയുടെ ചമയങ്ങൾ ഇല്ലാതെ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പുന്നപ്ര അപ്പച്ചൻചേട്ടനെ പറ്റി ഒരു പേജിൽ പ്രതിപാദിക്കുന്നുണ്ട്. കരിപുരണ്ട ജീവിതങ്ങൾ എന്നുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മുടെ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക വരുമ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആരാലും അറിയപ്പെടാതെ വെറുമൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന മമ്മൂക്ക ആ പുസ്തകത്തിൽ എഴുതിയത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പുന്നപ്ര അപ്പച്ചനും ഉണ്ടായിരുന്നു എന്നാണ്. ചമയങ്ങളില്ലാതെ എന്ന ആ ഒരു പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാൻ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. 1000 സിനിമകൾ തികച്ച പുന്നപ്ര അപ്പച്ചൻചേട്ടൻ ഉദയനന്റെ മകൻ എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര ലോകത്തിൽ 1968 കടന്നു വന്നത്. സത്യസാറായിരുന്നു അതിലെ ഹീറോ. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച എബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹമായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിനൊരു വഴിത്തിരിവായത്. ഉദയ സ്റ്റുഡിയോയുടെ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ പുന്നപ്രയിലുള്ള, അതായത് പുന്നപ്രയ്ക്കടുത്ത് വണ്ടാനം എന്ന സ്ഥലത്ത് ഒരു കാടുണ്ട്. വണ്ടാനം നമുക്ക് പോകുമ്പോൾ കാണാം, ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു കാടുണ്ട്. ആ കാട്ടിൽ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. ആ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നമ്മുടെ പുന്നപ്ര അപ്പച്ചൻ ആ സ്ഥലത്ത് ചെല്ലുന്നു. ഒരു സിനിമയിൽ തലകാണിക്കാനുള്ള ചാൻസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച അവിരാച്ചൻ എന്ന എബ്രഹാം അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമോ? പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അടുത്ത ദിവസം ഉദയ സ്റ്റുഡിയോയിലേക്ക് വരിക, അവിടെ വെച്ച് നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുകയും, ഉദയ സ്റ്റുഡിയോ വാതൊക്കെ ഭയങ്കര ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഭയങ്കര ജനങ്ങളാണുള്ളത്. പക്ഷേ ഈ എബ്രഹാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശുപാർശയിന്മേൽ അദ്ദേഹം അകത്ത് കിടക്കുകയും അങ്ങനെയാണ് പാലാട്ട് കോമൻ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തത്. അപ്പൊ ഈ എബ്രഹാം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഡയലോഗുള്ള വേഷങ്ങളൊന്നും കിട്ടൂല, നിനക്കൊരു മുഖം കാണിക്കാനുള്ള വേഷം ഞാൻ തരാം. അങ്ങനെ കുഞ്ചാക്ക മുതലാളിയൊക്കെ പറഞ്ഞ് ഒരു വേഷം വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അപ്പച്ചൻ്റെ ഭാഗ്യം അവിടെ ഉണ്ടായിരുന്നു. സത്യൻ എന്ന മഹാനടൻ ചോദിക്കും, ഈ സ്ത്രീ ഏതാണ്? അപ്പോൾ ഇത് പാലാട്ടെ കുങ്കിയമ്മ ആണെന്ന് പറയാനുള്ള ഒരു ഡയലോഗ് ഉൾപ്പെടെ ഒരു വേഷം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ 1000 സിനിമകൾ തികച്ച പുന്നപ്ര അപ്പച്ചൻചേട്ടൻ്റെ ആദ്യത്തെ എൻട്രി അവിടെ തുടങ്ങുകയാണ്. പുന്നപ്ര അപ്പച്ചൻ്റെ ജന്മസ്ഥലം പുന്നപ്രയല്ല. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലുള്ള മുട്ടുചിറ എന്ന സ്ഥലത്താണ്. അൽഫോൺസാമ്മയുടെ ജന്മസ്ഥലമാണ് മുട്ടുചിറ. അത് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജെറോമും അമ്മ മറിയാമ്മയും അദ്ദേഹത്തിന് അൽഫോൺസ് എന്നാണ് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിരുന്നു അപ്പച്ചൻ. ആ അപ്പച്ചൻ എന്നുള്ള പേരാണ് അദ്ദേഹം പിന്നീട് പുന്നപ്ര അപ്പച്ചൻ എന്ന് മാറ്റിയത്. പിന്നീട് ഈ അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ പുന്നപ്രയിലേക്ക് താമസം മാറ്റുകയും അവിടെ റേഷൻ കടക്കാരനായിട്ട് ജീവിതം തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് പുന്നപ്ര അപ്പച്ചൻ എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം. ഈ പുന്നപ്ര അപ്പച്ചൻ ചേട്ടൻ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ദിലീപ് കുമാർ നായകനായ ദുനിയ എന്ന സിനിമയിൽ. അതിനകത്ത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ഈ ദിലീപ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വേഷം, അത് എറണാകുളത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അതിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് വലിയൊരു പ്രതിഫലം കിട്ടുന്നത്, 30,000 രൂപ. അപ്പോൾ മലയാള സിനിമയിലേക്കാളും കൂടുതൽ അന്നത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്, അല്ലെങ്കിൽ അന്നത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു നടന് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ
ഒരു സിനിമയായിരുന്നു ദിലീപ് കുമാറിന്റെ ദുനിയ എന്ന ആ സിനിമ. അദ്ദേഹം പിന്നെ ഒത്തിരി സിനിമകൾ, പാലാട്ട് കോമൻ, അങ്ങനെ ഒത്തിരി ഉദയാസ്തുടിയുടെ എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഉദയാസ്തുടിയിലെ ഒഴിച്ചുകൂടാത്തൊരു നടനായിരുന്നു അദ്ദേഹം. നമ്മൾ പ്രേക്ഷകർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരേ ഒരു സിനിമയേ ഉള്ളൂ. കൊച്ചു വേഷങ്ങളിലൂടെ മറ്റെല്ലാ സിനിമകളിലും വന്നത്. പക്ഷെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ നമ്മൾ പ്രേക്ഷകരെല്ലാവരും തിരിച്ചറിഞ്ഞ സിനിമയുണ്ട്, ദ കിങ് എന്ന സിനിമയിലെ ഒരു മുഖ്യമന്ത്രി വേഷം. ശരിക്ക് അന്നത്തെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. കിങ് കണ്ട എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റെയ്നോൾഡ് കരിമാഞ്ചേരി എന്ന പ്രിൻസിപ്പൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ പുന്നപ്ര പഞ്ചന്റെ കാര്യം പറഞ്ഞു. അച്ചോ, എനിക്ക് പള്ളിയിൽ അച്ഛനാകണം, അതിനെന്നെ സഹായിക്കണം. പക്ഷെ ആ അച്ഛൻ പറഞ്ഞത്, ആ അച്ഛൻ മുൻവിധിയോട് പറഞ്ഞു, നീ ഒരു കലാകാരനാണ്. ഞാൻ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഒത്തിരി കലാമത്സരങ്ങളൊക്കെ പങ്കെടുത്ത പുന്നപ്ര പഞ്ചനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, നീ ഒരു കലാകാരനാണ്, നീ കലയുമായിട്ട് ബന്ധപ്പെട്ട് പോകണം. അതൊക്കെ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നീ എൻ്റെ ഒക്കെ വരൂ, ഞാൻ നിന്നെ അച്ഛനാക്കാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ സെമിനാറിൽ വിടാം എന്ന് പറഞ്ഞ ആ അച്ഛനാകാൻ ആഗ്രഹിച്ച പുന്നപ്ര പഞ്ചൻ ഇന്ന് മലയാള സിനിമയിൽ 1000 സിനിമകളേക്കാൾ കൂടുതൽ തികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പുന്നപ്ര പഞ്ചന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇപ്പോൾ LICയിൽ ജോലി ചെയ്യുന്ന പുന്നപ്ര അപ്പൻചേട്ടൻ, അപ്പൻചേട്ടൻ്റെ സഹധർമ്മിയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. ഒരു മോനും ഒരു മോളും ഉണ്ട്. സന്തോഷകരമായ ജീവിതത്തിലൂടെ ഇന്നും ആലപ്പുഴയിൽ പുന്നപ്ര എന്ന സ്ഥലത്ത് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഒത്തിരി ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സുഖകരമാകട്ടെ. ഒത്തിരി നാൾ ആയുരാരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എനിക്ക് കമൻ്റായിട്ട് അയക്കണം. അപ്പോൾ എല്ലാവരുടെ അനുഭവത്തോടെ ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.